എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ ഏറ്റവും സ്ഥിരമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി 7 or 8 തവണ പാർലമെൻറ്റിൽ തന്നെ ഈ വിഷയം ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. വന്യജീവി ആക്രമണം തടുത്തു നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ഭേദഗതി ചർച്ച നടക്കുമ്പോൾ ഏറ്റവും ശക്തമായ ഭാഷയിൽ ആ വിഷയം ഉന്നയിക്കുകയും അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പാർലമെൻറ്റിൽ നിരന്തരമായി ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഞാൻ തന്നെ ഒരു സ്വകാര്യ ബില്ല് കൃഷിയിടത്തിൽ ഇറങ്ങുന്ന വന്യജീവികളെ കൊല്ലാനുള്ള അധികാരം കൃഷിക്കാർക്ക് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനുമാണ് സംരക്ഷണം കൊടുക്കേണ്ടത്. പക്ഷേ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 1,90,00,000 രൂപ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് അനുവദിപ്പിക്കാൻ സാധിച്ചു നമ്മുടെ ജില്ലയിലേക്ക് തന്നെ. പക്ഷേ ഈ ഫണ്ട് യൂട്ടിലൈസേഷൻ്റെ കാര്യത്തിലും സമഗ്രമായ പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിലും സംസ്ഥാന സർക്കാർ അമ്പെ പരാജയമാണ്. ഇപ്പോൾ UDF ഭരിക്കുമ്പോൾ UDF ഗവൺമെൻറ്റിൻ്റെ പരാജയവും ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അത് ഉദ്യോഗസ്ഥരുടെ പരാജയവുമായി മാറ്റുന്ന ഒരു സ്ഥിരം പ്രവണത ഈ നാട്ടിലുണ്ട്. അത് ശരിയല്ല. ഇന്ന് വന്യജീവി ആക്രമണത്തിൻ്റെ പേരിൽ ഈ നാട്ടിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. ഈ നാടിനോടുള്ള ജനവഞ്ചനയാണ്. ഇടുക്കിയിലെ പോലെ വയനാട്ടിലെ പോലെ മലയോര മേഖലയിലെ ജനങ്ങളെ പിറകോട്ട് മാറ്റി നിർത്തുന്ന രണ്ടാം നിര പൗരന്മാരാക്കുന്ന സർക്കാർ സമീപനമാണ് വന്യജീവി ആക്രമണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി ഇടതുപക്ഷ ഗവൺമെൻറ് തന്നെയാണ്. ഞാൻ വകുപ്പ് മന്ത്രിയൊന്നും പഴി പറയുന്നില്ല. ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണല്ലോ. ഗവൺമെൻറ് തന്നെയാണ് ഇതിനകത്ത് ഒന്നാം പ്രതി. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടതും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടതിൻ്റെയും ഉത്തരവാദിത്വം CPIയും ഇടതുപക്ഷ ഗവൺമെൻറ്റും സ്വയം അങ്ങ് അംഗീകരിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ വർത്തമാനം പറയുന്നതാണ് കൂടുതൽ ശരി. ഞാൻ മത്സരിക്കുകയാണ് എങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സത്യസന്ധമായ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഞാൻ നിന്നിട്ടുള്ളൂ. ഒരു നയാ പൈസയുടെ അഴിമതി എൻ്റെ പേരിൽ ഒരുത്തനും പറയാൻ ഞാൻ അനുവദിക്കത്തുമില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഉടമസ്ഥനല്ല ഞാൻ. 2, ഞാൻ എൻ്റെതായ പ്രവർത്തനങ്ങളിലൂടെ എന്ന് വെച്ചാൽ MP എന്നുള്ള നിലയിൽ നമ്മൾ ഓർക്കേണ്ടത് കോവിഡ് കാലഘട്ടമാണ് ആയിരുന്നു കഴിഞ്ഞ 2 വർഷക്കാലം. MP ഫണ്ടിൻ്റെ കാര്യത്തിൽ പോലും നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. 2 വർഷം നമുക്ക് MP ഫണ്ട് കിട്ടിയില്ല. ആദ്യത്തെ വർഷം കിട്ടിയ ഫണ്ട് പൂർണ്ണമായി നമുക്ക് ആശുപത്രികളെ സജ്ജീകരിക്കുന്നതിന് വേണ്ടി കോവിഡ് ആശുപത്രികളൊക്കെ സജ്ജീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നു. അപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ MP ഫണ്ട് വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കാത്തതിൻ്റെ ഒരു പരിമിതിയുണ്ട്. പക്ഷേ ലഭ്യമായ തുക കൃത്യമായി നമ്മൾ വിനിയോഗിച്ചിട്ടുണ്ട്, വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ച നിരവധിയായ വികസന പദ്ധതികൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഈ ജില്ലയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത പല പദ്ധതികളുമാണ് നമുക്കിവിടെ ആരംഭം കുറിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ തൊടുപുഴയിൽ ഒരു കേന്ദ്രീയ വിദ്യാലയം ഉൾപ്പെടെ അതിൻ്റെ അന്തിമഘട്ടത്തിൽ നിൽക്കുകയാണ് അനുമതി കിട്ടാനുള്ളത്. അതുപോലെ ടൂറിസം മേഖലയിൽ പർവ്വതമാല പദ്ധതി, കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പർവ്വതമാല പദ്ധതി 2 പ്രൊജക്റ്റുകളാണ് ഇടുക്കിയിൽ നിന്നും സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അന്തിമ അനുമതി കിട്ടുമെന്നുള്ള പൂർണ്ണ പ്രതീക്ഷയിലാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തുടങ്ങി വെച്ചതും ഒക്കെ ആയിട്ടുള്ള പദ്ധതികൾക്ക് ഒരു നല്ല പൂർത്തീകരണം സ്വാഭാവികമായും അത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി സമഗ്രമായ ഒരു ഇടപെടൽ അത് ഈ ജില്ലയുടെ അടിസ്ഥാന സൗകര്യ മുന്നേറ്റ രംഗത്ത് വളരെയധികം വ്യത്യാസമുണ്ടാക്കുന്ന തരത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ നിലയിലും ഒരു അവസരം ലഭിച്ചാൽ തീർച്ചയായും ഞാനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ഞാൻ മുൻഗണന കൊടുത്തുകൊണ്ട് ഓരോ മേഖലകളിലും ആദിവാസി മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും കായിക രംഗമാണെങ്കിലും ടൂറിസം രംഗമാണെങ്കിലും കാർഷിക മേഖലയാണെങ്കിലും ഓരോ രംഗങ്ങൾക്കും പ്രത്യേകമായ പരിഗണന കൊടുത്തുകൊണ്ട് അതിൻ്റേതായ ഫലപ്രാപ്തിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി പരമാവധി പരിശ്രമിക്കും.